വിവിധ വകുപ്പുകളുടെ ഓഫീസേഴ്സുമായി അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ എല്ലാവരും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ഇവിടെ യോഗം ചേരാനായിട്ട് പോവുകയാണ്. ഇവിടെ ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ സാങ്കേതികമായിട്ടുള്ള മറ്റു പരിശോധനകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. എന്താണ് കാരണം എങ്ങനെയെന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാനായിട്ട് കഴിയുക. ബാക്കി കാര്യങ്ങൾ മീറ്റിംഗിന് ശേഷം പറയാം. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായത്. ഇപ്പോഴത്തെ യോഗം ചേരുകയാണ്. എന്താണ് വിവരങ്ങൾ? ജലക്ഷ്മി, അരമണിക്കൂർ സമയമായി ഇപ്പോൾ യോഗം തുടങ്ങിയിട്ട്. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത്. മന്ത്രി എ കെ ശശീന്ദ്രനുണ്ട്, ജില്ലാ കളക്ടറുണ്ട്, ആശുപത്രി പ്രിൻസിപ്പലും സൂപ്രണ്ട് ഒപ്പം തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ദുരന്ത നിവാരണ സംഘം ഉൾപ്പെടെയുള്ള വിവിധ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രാഥമികമായും എങ്ങനെയാണ് ഇത്തരം ഒരു അപകടം 2 വർഷം മുമ്പുണ്ടാക്കിയ പുതിയ ബിൽഡിംഗിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കാഷ്വാലിറ്റിയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നതിലേക്ക് വഴി തെളിയിച്ചത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പ്രാഥമികമായ വിലയിരുത്തൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അവരുടെ കണ്ടെത്തലൊക്കെ മന്ത്രിയെ ധരിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ആളുകൾ ഒഴിപ്പിക്കുന്ന സമയത്തുണ്ടായ മരണം, അതിന്റെ സാഹചര്യത്തെക്കുറിച്ച് ഉള്ള വിലയിരുത്തലുണ്ടാകും. ഏറ്റവും പ്രധാനമായും ഇപ്പോൾ തുടർ ചികിത്സ, ആശുപത്രിയിൽ നിന്നും ഈ കാഷ്വാലിറ്റിയിൽ നിന്നും മാറ്റിയ മറ്റ് മെഡിക്കൽ കോളേജിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമൊക്കെയായി മാറ്റിയ ആളുകളുടെ ചികിത്സ ഉറപ്പ് വരുത്തുന്നതിനുള്ള തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യേണ്ടത്. ഒറ്റം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് താൽക്കാലികമായ കാഷ്വാലിറ്റി മെഡിക്കൽ കോളേജിൽ തന്നെ തുടങ്ങേണ്ടതുണ്ട്. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വരുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ അത് സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയാണ് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന രോഗികൾ ബീച്ച് ആശുപത്രിയിലാണ് ഇത് പറഞ്ഞയക്കുന്നത്. അവിടെ അത്രയധികം രോഗികളെ ഉൾക്കൊള്ളാനൊരു കപ്പാസിറ്റി ഇല്ല എന്നുള്ളൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലിക കാഷ്വാലിറ്റി സംവിധാനം മെഡിക്കൽ കോളേജിൽ തന്നെ തുടങ്ങേണ്ടതുണ്ട്. ഇത് അടിയന്തരമായി തുടങ്ങുന്നതിനുള്ള സംവിധാനം ഒരുക്കുക ഉൾപ്പെടെയുള്ളതും. ഒപ്പം തന്നെ ഇന്നലെ അപകടമുണ്ടായ സൂപ്പർ സ്പെഷ്യാലിറ്റി കാഷ്വാലിറ്റി പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ യോഗം പൂർത്തിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മന്ത്രിയുടെ ഭാഗത്തുള്ള വിശദീകരണം ഉണ്ടാകും. വലിയ വിമർശനം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട യോഗമാണ് നടക്കുന്നത്. യോഗത്തിന് ശേഷമാകും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവുക. ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പ്രതികരിക്കേണ്ടതുണ്ട്.